2ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ ദുറൂസിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം. 50 മാർക്കാണ്. ദുറൂസിൽ 1 മുതൽ 7 വരെയുള്ള പാഠഭാഗങ്ങളാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്കുള്ളത്. ഒന്നാമത്തെ യോജിപ്പിക്കാം. ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. മുഅ്മിനാവണം പ്രധാന സുന്നത്താണ്. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വലിയ അനുഗ്രഹമാണ്. ഒന്നാമത്തെ ചോദ്യം, സലാം പറയേണ്ട വാചകം. സലാം പറയേണ്ട വാചകം അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. രണ്ടാമത്തെ, സലാം മടക്കേണ്ട വാചകം. സലാം മടക്കേണ്ടത് വ അലൈക്കുമുസ്സലാം. വ അലൈക്കുമുസ്സലാം. 3, സ്വർഗത്തിൽ കടക്കാൻ. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. മൂന്നാമത്തെ, സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. 4, ഉറക്കം അള്ളാഹു നൽകിയ ഡാഷ്. ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. 5, നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ്. നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ്. ഇനി രണ്ടാമത്തെ നോക്കൂ, പൂർത്തിയാക്കാം. 1, സ്വിച്ച് ഇടുമ്പോൾ നാം പറയണം ഡാഷ്. സ്വിച്ച് ഇടുമ്പോൾ നാം പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വിച്ച് ഇടുമ്പോൾ നാം പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും നാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. രണ്ടാമത്തെ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ്. മൂന്നാമത്തെ, ഇശാഇൻ്റെ ശേഷം സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഡാഷ്. ഇശാഇൻ്റെ ശേഷം സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. ഇഷ്ടമായിരുന്നില്ല. ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇശാഇന് ശേഷം സംസാരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. നാലാമത്തെ, നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഡാഷ്. നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം. നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം. അഞ്ചാമത്തെ, വൃത്തി ഈമാനിൻ്റെ ഡാഷ്. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. ഈ വാക്കുകളൊക്കെ ഉത്തരമായിട്ട് വരുന്ന വാക്കുകളൊക്കെ എഴുതാനും കൂടെ അറിയണം കേട്ടോ. 2ാം ക്ലാസ്സിൽ എഴുത്ത് പരീക്ഷയാണ്. വാക്കുകൾ എഴുതാൻ അറിയണം. ഉത്തരം എഴുതാം. 1, ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്നു പോകും ആര്. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്നു പോകും ആര്. അതിൻ്റെ ഉത്തരം പിശാച്. ഉത്തരം പിശാച്. എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച് അകന്നു പോകും. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്നു പോകും പിശാച്. അടുത്തത് രണ്ടാമത്തെ, സലാം വ്യാപിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. സലാം വ്യാപിച്ചാൽ എന്തുണ്ടാകും? അതിൻ്റെ ഉത്തരം സ്നേഹമുണ്ടാകും. സലാം വ്യാപിച്ചാൽ സ്നേഹമുണ്ടാകും. മൂന്നാമത്തെ, നഖം മുറിക്കാൻ ഉത്തമമായ സമയം ഏത്? നഖം മുറിക്കാൻ ഉത്തമമായ സമയം ഏത്? വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ്. നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ്. അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ്. അടുത്ത ചോദ്യം നോക്കൂ, 2 വീതം എഴുതാം. അതിൽ ഒന്നാമത്തെ, മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ. അതിൻ്റെ ഉത്തരം അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ചശക്തി കൂടും, വായ വൃത്തിയാകും. അതിൻ്റെ ഉത്തരം അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ചശക്തി കൂടും, വായ വൃത്തിയാകും. ഈ 4 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം, നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ. നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ.
അതിൻ്റെ ഉത്തരം ആരോഗ്യം കൂടും, പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, സന്തോഷമുണ്ടാകും, ഓർമ്മശക്തി കൂടും, പെരുമാറ്റം നന്നാവും. അതിൻ്റെ ഉത്തരം ആരോഗ്യം കൂടും, പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, സന്തോഷമുണ്ടാകും, ഓർമ്മശക്തി കൂടും, പെരുമാറ്റം നന്നാവും. ഈ 5 നിന്ന് 2 എഴുതിയാൽ മതി. 3ാമത്തെ ചോദ്യം, ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ. ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ. അതിൻ്റെ ഉത്തരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, പഠിക്കാൻ തുടങ്ങുമ്പോൾ, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ. അതിൻ്റെ ഉത്തരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, പഠിക്കാൻ തുടങ്ങുമ്പോൾ, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ. അതിൽ നിന്നും ഏതെങ്കിലും 2 എഴുതിയാൽ മതി. 4ാമത്തെ ചോദ്യം, മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങൾ. അതിൻ്റെ ഉത്തരം ഉറങ്ങും മുമ്പ്, ഉണർന്ന ഉടനെ, ഖുർആൻ ഓതും മുമ്പ്, വുളു ചെയ്യുമ്പോൾ. അതിൻ്റെ ഉത്തരം ഉറങ്ങും മുമ്പ്, ഉണർന്ന ഉടനെ, ഖുർആൻ ഓതും മുമ്പ്, വുളു ചെയ്യുമ്പോൾ. ഇതിൽ നിന്നും 2 എഴുതിയാൽ മതി. ഇതൊക്കെ എഴുതി തന്നെ പഠിക്കണം. വായിച്ച് പഠിച്ചാൽ ഉത്തരം എഴുതാൻ പ്രയാസമാവും. എഴുതി പഠിക്കാം. അടുത്ത ചോദ്യം, വേർതിരിക്കാം. ബറക്കത്തുണ്ടാകും, സുബ്ഹ് ഖളാ ആകും, ആദ്യ സമയത്ത് സുബ്ഹ് നിസ്കരിക്കാം, ബറക്കത്തില്ലാതാകും. നേരത്തെ ഉണർന്നാൽ, വൈകി ഉണർന്നാൽ. ഈ 2 കോളങ്ങളിലും അതിൽ നിന്ന് എഴുതാണ് വേണ്ടത്. നേരത്തെ ഉണർന്നാൽ ബറക്കത്തുണ്ടാകും, ആദ്യ സമയത്ത് സുബ്ഹി നിസ്കരിക്കാം. ഈ 2 എഴുതാം. നേരത്തെ ഉണർന്നാൽ എന്നുള്ള കോളത്തിൽ ബറക്കത്തുണ്ടാകും, ആദ്യ സമയത്ത് സുബ്ഹ് നിസ്കരിക്കാം. വൈകി ഉണർന്നാൽ എന്നുള്ള ആ കോളത്തിൽ എഴുതാം, സുബ്ഹ് ഖളാ ആകും, ബറക്കത്ത് ഇല്ലാതാകും. സുബ്ഹ് ഖളാ ആകും, ബറക്കത്ത് ഇല്ലാതാകും. അടുത്തത് നോക്കൂ, പൂരിപ്പിക്കുക. അതിൽ 1ാമത്തെ പല്ലും നാവും ഡേഷ്. അതിൻ്റെ അവസാനം തന്നിട്ടുണ്ട് നേടിടണം. അവിടെ പൂരിപ്പിക്കാണ് വേണ്ടത്. പല്ലും നാവും തേച്ചിടണം, റബ്ബിൻ ഇഷ്ടം നേടിടണം. പല്ലും നാവും തേച്ചിടണം, റബ്ബിൻ ഇഷ്ടം നേടിടണം. മിസ്വാക്ക് ചെയ്യാമെന്നുള്ള പാഠത്തിലുള്ള ആ പാട്ടാണത്. 2ാമത്തെ റിളർ റബ്ബി ഫീ റിളൽ. അടുത്തത് റിളർ റബ്ബി ഫീ റിള. അതിൻ്റെ ഉത്തരം അവിടെ ചേർക്കാനുള്ളത് വാലിദൈനി. റിളർ റബ്ബി ഫീ റിളൽ വാലിദൈനി. അതിൻ്റെ അർത്ഥം റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അതിൻ്റെ അർത്ഥം റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അർത്ഥം കൂടെ പഠിച്ചു വെക്കാം. അടുത്തത് നമ്പറിടാം. കാൽവിരലുകളിൽ നഖം മുറിക്കേണ്ട ക്രമം. കാലിൻ്റെ വിരലുകളിൽ നഖം മുറിക്കേണ്ട ക്രമം നമ്പറിടാം. വലത്തെ കാലിൻ്റെ ചെറിയ വിരൽ മുതൽ അത് 1 എന്നിടാം. അതിൻ്റെ അപ്പുറത്തെ വിരലിന് 2, 3, 4, 5, അങ്ങനെ തള്ളവിരലിന് 5. അത് കഴിഞ്ഞാൽ ഇടത്തെ കാലിൻ്റെ തള്ളവിരലിന് 6 എന്നിടാം. അടുത്ത വിരലിന് 7, 8, 9, ചെറുവിരലെത്തുമ്പോൾ 10. അങ്ങനെയാണ് കാലിൽ നഖം മുറിക്കേണ്ട ക്രമം. വലത്തെ കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടത്തെ കാലിൻ്റെ ചെറുവിരൽ വരെ ആ ക്രമത്തിലാണ് നഖം മുറിക്കേണ്ടത്. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.